തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. സ്റ്റാലിന്റെ തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ലെന്നും ഹിന്ദുക്കൾക്കും വിശ്വാസത്തിനുമെതിരെ സ്റ്റാലിൻ ആക്ഷേപങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിട്ടുവെന്നും അമിത് ഷാ വിമർശിച്ചു. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനിടെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത് ഷാ. സ്റ്റാലിൻ ഹിന്ദുവിരുദ്ധനാണെന്ന വിമർശനമാണ് അമിത് ഷാ പ്രധാനമായും ഉന്നയിച്ചത്. തമിഴ്നാട്ടിൽ ഹിന്ദുക്കൾക്കും ഹിന്ദു വിശ്വാസങ്ങൾക്കുമെതിരെ സ്റ്റാലിൻ ആക്ഷേപങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിടുകയാണെന്ന് അമിത് ഷാ ആരോപിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഭൂമിപൂജയ്ക്കിടെ തമിഴ്നാട്ടിൽ അപ്രഖ്യാപിത കർഫ്യൂ ഏർപ്പെടുത്തി. മുതിർന്ന നേതാവ് സനാതനധർമ്മത്തെ ഡെങ്കിപ്പനിയുമായും മലേറിയയുമായും താരതമ്യം ചെയ്തു. ഹിന്ദു ഘോഷയാത്രകൾക്ക് സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഹിന്ദു വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യുന്നതിന് പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. സ്റ്റാലിൻ ഹിന്ദു സമൂഹത്തിനെതിരെ അതിക്രമങ്ങൾ നടത്തിയെന്നും ഭരണഘടനയുടെ പവിത്രതയെ ലംഘിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്റ്റാലിന്റെ കുടുംബവാഴ്ച അവസാനിപ്പിക്കുവാനും അമിത് ഷാ ആഹ്വാനം ചെയ്തു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അപകടകരമായ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സ്റ്റാലിൻ തമിഴ്നാട്ടിലെ പുണ്യനദിയിലേക്ക് തള്ളുകയാണെന്നും ഇത്തരത്തിൽ തമിഴ്നാടിനെ മാലിന്യകൂമ്പാരമാക്കി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. 2026 ഏപ്രിൽ തമിഴ്നാട്ടിൽ NDA സർക്കാർ രൂപീകരിക്കുമെന്നും വമ്പിച്ച ഭൂരിപക്ഷം ഉറപ്പാക്കാൻ പ്രയത്നിക്കണമെന്നും നേതാക്കളോടും പ്രവർത്തകരോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്നു കാലത്താണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി അമിത് ഷാ തമിഴ്നാട്ടിലെത്തിയത്. തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിലിറങ്ങിയ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി എൽ മുരുകൻ അടക്കമുള്ളവരാണ് സ്വീകരിച്ചത്. ശേഷം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു.